തന്തൂരി ചീസി ബാസ്ക്കറ്റ് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ റംദാൻ സീരീസിലെ അടുത്ത റെസിപ്പി നോക്കാം. കുറച്ച് പേര് എന്നോട് ഓവനിൽ ബേക്ക് ചെയ്യുന്ന സ്നാക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി. ഓയിൽ വെച്ച് ചൂടായ പാനിലേക്ക് വെളുത്തുള്ളിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ചിക്കനും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോഴേക്ക് അതിലേക്കുള്ള ഷീറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് മൈദയും ഒരു കോഴിമുട്ടയും ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും അര കപ്പ് പാലും കൂടി വെച്ച് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുക്കുന്ന ടൈമിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു തിക്നെസ് ആണ് കേട്ടോ മാവ് വേണ്ടത്. ചിക്കനൊക്കെ വേവായിട്ട് ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ക്യാപ്സിക്കും മല്ലിയിലയും കൂടി ഇട്ട് കുറച്ച് ടൈം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി തന്തൂരി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ ഗരം മസാലയും വലിയ ജീരകത്തിന് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ചില്ലി ഫ്ലക്സും ഇറ്റാലിയൻ സീസണിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന്റെ പച്ചച്ചുവ പോകുന്നവരെ കുറച്ച് ടൈം വഴറ്റിയെടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കരിയുള്ള ഒരു ബൗളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അടിച്ച് വെക്കണേ ഒരു 10 മിനിറ്റ്. ഇനി ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കി വെച്ച് വേണം ചുറ്റിച്ചെടുക്കാൻ. അന്ന് സെറ്റായിട്ട് വന്നാൽ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുത്ത് ഒരു മിനിറ്റ് കൂടി വെക്കട്ടെ. എന്നിട്ട് ഇതുപോലെ അങ്ങ് കോരി മാറ്റി വെച്ചാൽ മതി. ഈ ചുട്ടെടുത്ത് ദോശയിൽ നിന്ന് ഒരു ദോശ എടുത്ത് അതിന് സെൻട്രലായിട്ട് മയോണൈസോ വൈറ്റ് സോസോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ആ ചിക്കൻ ഫില്ലിംഗ് കൂടെ വെച്ച് കൊടുക്കാം. ഇനി 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് അങ്ങ് ഫോൾഡ് ചെയ്ത് എടുക്കാം കേട്ടോ. എന്നിട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ താഴേക്കും വെച്ച് കൊടുക്കാം. ഇതുപോലെ സെറ്റാക്കി എടുക്കണം. ഇതുപോലെ ട്രയൽ സെറ്റാക്കി ചീസ് ഇട്ട് കൊടുത്ത് ഒറിഗാനും ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തുള്ള ഓവനിൽ ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി. നോൺ സ്റ്റിക്ക് പാനിലും ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്.